ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെന്നിയച്ചൻ. എളുപ്പത്തിൽ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ നൽകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുകയുണ്ടായി, നമ്മുടെ ക്ലാസ് രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഒന്ന്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷുകാരെങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെയാണ് പറയുന്നത്. രണ്ടാമതായിട്ടുള്ളത്, നമ്മൾ മലയാളം പഠിച്ചത് കേട്ടാണ്. അതുപോലെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അവിടുന്ന് വന്നിട്ടുള്ളവർ ഇവിടെ വന്ന് ജോലി ചെയ്ത് അവർ കേട്ട് മലയാളം പഠിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയാണ് നമ്മളും പിന്തുടരുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ നാം കാണുകയുണ്ടായി, എന്താ ഇന്നലെ കണ്ടത്, നമ്മൾ പറയുന്നത് ഞാൻ എഴുതണം, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും. നമ്മൾ കണ്ടു, ഷുഡ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ ബേസ് ഫോം ഉപയോഗിക്കും, അല്ലെ? റൈറ്റ്, എഴുതുക, അതാണ് ബേസ് ഫോം. ആ ബേസ് ഫോം ഉപയോഗിക്കുമ്പോൾ എഴുതണം, ഷുഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതണം എന്നായി. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊന്ന് ഞാനിവിടെ വീണ്ടും എഴുതുകയാണ്. I should write, ഞാൻ എഴുതണം. അങ്ങനെയാണ് ഈ വാചകത്തിന്റെ അർത്ഥം. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്ന രീതിയാണ്. നമ്മൾ എങ്ങനെയാ ചോദ്യം ഉണ്ടാക്കുന്നത്? ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ എഴുതണം, അതെങ്ങനെ നമ്മൾ ചോദ്യമായിട്ട് പറയും? ഞാൻ എഴുതണോ? അങ്ങനെയാണ് നമ്മൾ ചോദ്യമാക്കുന്നത്. ഞാൻ വന്നു, ചോദ്യം എന്താണ്? ഞാൻ വന്നോ? അവൻ വന്നു, അവൻ വന്നോ? അങ്ങനെ നമ്മൾ പറഞ്ഞ ചോദ്യ രൂപത്തിൽ ആക്കുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് വേണ്ട, അവൻ വന്നില്ല, അതിന്റെ ചോദ്യം എന്താണ്? അവൻ വന്നില്ലേ? അപ്പൊ രണ്ട് രീതിയാണല്ലേ, വന്നു, വന്നോ, ഓന്ന് അവസാനം പറയും. വന്നില്ല, വന്നില്ലേ, എ എന്ന് പറയും. ഓ എ, ഇങ്ങനെ കൂട്ടിച്ചേർത്താണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കുന്നത്. അപ്പൊ ഓരോ ഭാഷയ്ക്ക് അതിന്റെ പ്രത്യേകതകളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഗാരോ ഭാഷയെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ അവരെങ്ങനെ ചോദ്യം ഉണ്ടാക്കുന്നതെന്ന് അറിയോ? ഇച്ചിരി ഗാരോ പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ട്, അവൻ വരും. അവര് ഗാരോ ഭാഷയിൽ പറയുന്ന എന്താണെന്നറിയോ? അത് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ലിപിയാണ് കേട്ടോ, അവർക്ക് സ്വന്തം ലിപി ഇല്ല. അപ്പൊ അവൻ എന്നുള്ളതിന്റെ വാക്ക് ഉവ, ഉവ റിബാഗേൻ, അവൻ വരും എന്നുള്ളതാണ് ഈ വാചകത്തിന്റെ അർത്ഥം. അപ്പൊ അവരെങ്ങനെ അവൻ വരുമോ എന്നെങ്ങനെ അവർ ചോദിക്കുന്നത് എന്നറിയോ? അതിന്റെ അവസാനം മാന്നി നിർത്താൻ ചോദ്യമായി. ഉവ റിബാഗന്മാ, അവൻ വരുമോ? അങ്ങനെയാണ് അവർ ചോദ്യം ഉണ്ടാക്കുന്നത്. അവൻ വന്നു, ഉവ റിബാഹ, റിബാഹ. അപ്പൊ ഇതിന്റെ ചോദ്യം എങ്ങനെയാണ്? അവൻ വന്നോ? മലയാളത്തില് അവര് ഇത് തന്നെ അവിടെ ചേർക്കും, മാ, വറിബാഹമ, അവൻ വന്നോ. ഇങ്ങനെയാണ് ഗാരോ ഭാഷയിൽ. അപ്പൊ ഇതുപോലെ ഓരോ ഭാഷയിലും അതിന്റെ പ്രത്യേകതകൾ ഉണ്ടാവും. നമ്മൾ ചോദ്യമാക്കുന്നത് വന്നോ, ഓ എന്ന് ചേർക്കും. നെഗറ്റീവ് ആണെങ്കിൽ വന്നില്ല, വന്നില്ലേ, എന്ന് ചേർക്കും. അങ്ങനെയല്ലേ? ഇംഗ്ലീഷുകാരെന്താ ചെയ്യണത് ചോദ്യം ഉണ്ടാക്കാൻ? അവരെന്താ ചെയ്യുന്നതെന്ന് അറിയോ? അപ്പൊ അവര് വെർബ്, വെർബ് ഏതാണ്? ഷുഡ് റൈറ്റ്, അല്ലെ? എഴുതണം. രണ്ട് ഭാഗങ്ങളുണ്ട്, ഷുഡും റൈറ്റും ഉണ്ട്. നമുക്ക് ഒരു വാക്കേ ഉള്ളൂ, എഴുതണം, ഒറ്റ വാക്ക. പക്ഷെ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളാണ്, എന്നാലേ എഴുതണം എന്നുള്ള നമ്മുടെ ഒറ്റ വാക്ക് കിട്ടുള്ളൂ. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഇതില് ആദ്യത്തെ ഭാഗം അതേതാണ്? ഷുഡ്, ഇതെടുത്ത് മുൻപിൽ കൊണ്ടിടും. അപ്പൊ ചോദ്യമായി. അപ്പൊ അതെങ്ങനെയാ ചോദിക്കും? അപ്പൊ ഇത് നമ്മൾ പൊക്കണം. അതാണ് നമ്മൾ എല്ലാവരും കൂടി പൊക്കി ഇതിന്റെ മുമ്പിൽ കൊണ്ടിടുകയാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരെ ശ്രദ്ധിച്ചാൽ കാണാൻ അവർക്ക് നല്ല ആരോഗ്യമാണ്. എന്താണെന്നറിയോ? അവർ ഈ വെർബിനെ ഇങ്ങനെ ആദ്യ ഭാഗം പൊക്കി ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി പൊക്കിയാണ് അവർക്ക് നല്ല ആരോഗ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവേ. അങ്ങനെ എല്ലാവരും കൂടി ഒത്തുപിടിച്ചിട്ട് നമ്മൾ പിന്നെ പൊക്കുകയാണ്. അപ്പൊ ഷുഡ് ഐ റൈറ്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും എഴുതുമ്പോൾ. നമ്മള് സംസാരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് പറയില്ല, അല്ലെ? അപ്പൊ ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ?
അവർ വരണം. അങ്ങനെയാണ് ദേ ഷുഡ് കം, ദേ ഷുഡ് കം. അപ്പൊ എന്റെ ചോദ്യം എന്താണ് മലയാളത്തിൽ? അവർ വരണോ? ഷുഡ് ദേ കം, ഷുഡ് ദേ കം. ഇതാണ് ചോദ്യം ഉണ്ടാക്കുന്ന രീതി. വെർബിന്റെ ആദ്യ ഭാഗം കൊണ്ടുവന്ന് മുൻപിലിടും, അപ്പൊ ചോദ്യമായി. വളരെ സിമ്പിൾ ആണ്. ഇംഗ്ലീഷിൽ ചോദ്യം ഉണ്ടാക്കുന്ന രീതി ഇതാണ്. അപ്പൊ അത് ഒന്ന് എഴുതിയെടുത്തു. ഏതാണ്? ഐ ഷുഡ് റൈറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയാണ്. റൈറ്റ് തന്നെ എഴുതുക. റൈറ്റ് ആണ് നമ്മൾ സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോ ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ? ഞാൻ എഴുതണോ? ഞാൻ ഷുഡ് ഐ റൈറ്റ്. നമുക്ക് ഒരു ടോണൊക്കെ പറയായേ. ചോദ്യത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, രീതി ഉണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ പറയുക, ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇത്. അപ്പൊ നമ്മൾ 2 വാചകം കണ്ട്, ഞാൻ എഴുതണം ഐ ഷുഡ് റൈറ്റ്, ഞാൻ എഴുതണോ ഷുഡ് ഐ റൈറ്റ്, ഷുഡ് ഐ റൈറ്റ്. നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിക്കണേ. ഷുഡ് ഐ റൈറ്റ്, ഷുഡ് ഐ റൈറ്റ്. നീ എഴുതണോ ഷുഡ് യു റൈറ്റ്, ഷുഡ് യു റൈറ്റ്. ഞങ്ങൾ എഴുതണോ ഷുഡ് വി റൈറ്റ്, ഷുഡ് വി റൈറ്റ്. അവൻ എഴുതണോ ഷുഡ് ഹി റൈറ്റ്, ഷുഡ് ഹി. അങ്ങനെ ഷുഡ് ഹി എന്നുള്ള ഒരുമിച്ച് പറയുക, റൈറ്റ് വേറെ ആയിട്ട് പറയുക. ഷുഡ് ഹി റൈറ്റ് അങ്ങനെ പറയരുത്, ഷുഡ് ഹി റൈറ്റ്. അങ്ങനെ പറഞ്ഞ് പഠിക്കുന്നതാണ് കുറെ കൂടി എളുപ്പം. അപ്പൊ ഇന്ന് ഇത് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് ഹോംവർക്ക് തന്നിരുന്നു 25 മലയാളം വാചകങ്ങള്. അത് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഉത്തരം ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തരുന്നതാണ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും എങ്ങനെ പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് ശരിയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. പിന്നെ ഇന്നും ഒരു 25 വാചകങ്ങൾ മലയാളത്തിൽ തരുന്നുണ്ട്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക. പിന്നെ ഡിക്ഷണറിയുടെ കാര്യം പറഞ്ഞു. ഡിക്ഷണറി വാങ്ങിക്കുന്നത് നല്ലതാണ്. ഉച്ചാരണമുള്ള ഡിക്ഷണറി വാങ്ങിക്കുക. ഇത് എഴുതിയല്ലോ, ഷുഡ് ഐ റൈറ്റ്, ഞാൻ എഴുതണോ. ഇത് നമുക്കെല്ലാം എഴുതി വയ്ക്കാം കേട്ടോ. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഷുഡ് വി റൈറ്റ്, ഞങ്ങൾ എഴുതണോ. ഷുഡ് യു റൈറ്റ്, നീ എഴുതണോ, നിങ്ങൾ എഴുതണോ. യുന് നമുക്ക് മലയാളത്തിൽ ധാരാളം വാക്കുകളുണ്ട്. അവൻ എഴുതണോ ഷുഡ് ഹി റൈറ്റ്, അയാൾ എഴുതണോ ഷുഡ് ഹി റൈറ്റ്, അദ്ദേഹം എഴുതണോ ഷുഡ് ഹി റൈറ്റ്, അവൾ എഴുതണോ ഷുഡ് ഷി റൈറ്റ്. അല്ലെ, അത് ഇച്ചിരി പറയാൻ പറയാം. ഷുഡ് ഷി റൈറ്റ്. അവർ എഴുതണോ ഷുഡ് ദേ റൈറ്റ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇനി പ്രാക്ടിക്കൽ സെഷനാണ്. നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പൊ ഞാനിവിടെ പ്രാക്ടീസ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഒരാളെ കിട്ടിയാണെങ്കിൽ നിങ്ങൾ 2 പേരിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത്. അങ്ങനെ അല്ലാത്തവരും മാത്രം ഇനിയുള്ള പ്രാക്ടിക്കൽ സെഷനിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തി ഇംഗ്ലീഷ് താല്പര്യമുള്ളവർ ഇത് പ്രാക്ടീസ് ചെയ്യുക. വെർബ്സ് ഏത് വെർബ് എടുത്താലും അതിന്റെ ബേസ് ഫോം എടുക്കുക. ബേസ് ഫോം അറിയാലോ. അങ്ങനെ കുറച്ച് വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, മിനിമം ഗ്രാമർ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതിലൊന്നാണ് ഈ ബേസ് ഫോം എന്നുള്ള വാക്ക്. പിന്നെ സബ്ജക്റ്റ് എന്ന് പറയും. ഇതിലെ സബ്ജക്റ്റ് ഞാൻ എഴുതണം. ആരെഴുതണം? ഞാൻ എഴുതണം. അപ്പൊ ഞാൻ എന്നുള്ളതാണ്, ഐ ആണ് സബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. All right. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ മലയാളം പറയും, പിന്നെ നിങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പറയണം. അപ്പൊ ആദ്യത്തെ വെർബ് റൈറ്റ് അല്ലേ? നമുക്കൊരു സാമ്പിൾ എഴുതിയിട്ടേക്കാം. Should I write? ഞാൻ എഴുതണോ. സോ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാം കേട്ടോ. ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, വി ഷാൽ സ്റ്റാർട്ട്. അപ്പോ നമുക്ക് ഇന്നലെ പഠിച്ചത് 2 പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ ചോദ്യം ഉണ്ടാക്കായേ. ഞാൻ എഴുതണം, ഐ ഷുഡ് റൈറ്റ്. ഞാൻ എഴുതണം. ഇനി ചോദ്യം, ഞാൻ എഴുതണോ, ഷുഡ് ഐ റൈറ്റ്. അങ്ങനെ പറയണേ. ഷുഡ് ഐ റൈറ്റ് അല്ല, ഷുഡ് ഐ റൈറ്റ്, ഷുഡ് ഐ റൈറ്റ്. ക്വസ്റ്റ്യൻ മോഡലൊക്കെ നമുക്ക് പിന്നീട് ആക്കാം. ആ ശബ്ദത്തിന്റെ ടോണൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നീട് വരുത്താം. അപ്പൊ ഞാൻ എഴുതണോ, ഷുഡ് ഐ റൈറ്റ്, ഷുഡ് ഐ റൈറ്റ്. ഞാൻ എഴുതണോ. ഇംഗ്ലീഷ് ഉറക്കെ പറയണേ. നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഞാൻ എഴുതണോ, ഷുഡ് ഐ റൈറ്റ്. ഞാൻ എഴുതണോ,
ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ, ഞാൻ എഴുതണോ. അടുത്തത് ഞങ്ങൾ എഴുതണം. ചോദ്യമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഞങ്ങൾ എഴുതണം, വി ഷുഡ് റൈറ്റ്, വി ഷുഡ് റൈറ്റ്. ഞങ്ങൾ എഴുതണം, ഞങ്ങൾ എഴുതണം. ഇനി ചോദ്യം, ഞങ്ങൾ എഴുതണോ, ഷുഡ് വി റൈറ്റ്, ഷുഡ് വി റൈറ്റ്. ഞങ്ങൾ എഴുതണോ, ഷുഡ് വി റൈറ്റ്. ഓക്കെ, ഞാൻ മലയാളം പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷ് ഉറക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഞങ്ങൾ എഴുതണോ, 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 നമ്മൾ എഴുതണോ, നമ്മൾ എഴുതണോ, നമ്മൾ എഴുതണോ, നമ്മൾ എഴുതണോ, നമ്മൾ എഴുതണോ. ഓക്കെ, ഇനി യു, നീ എഴുതണം, യു ഷുഡ് റൈറ്റ് അല്ലേ, യു ഷുഡ് റൈറ്റ്. നീ എഴുതണം, നീ എഴുതണം. ചോദ്യം, നീ എഴുതണോ, ഷുഡ് യു റൈറ്റ്, ഷുഡ് യു റൈറ്റ്. എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം. നീ എഴുതണോ, ഷുഡ് യു റൈറ്റ്. നീ എഴുതണോ, നീ എഴുതണോ, നീ എഴുതണോ, നീ എഴുതണോ, നീ എഴുതണോ, നീ എഴുതണോ, നിങ്ങൾ എഴുതണോ, നിങ്ങൾ എഴുതണോ, നിങ്ങൾ എഴുതണോ, താങ്കൾ എഴുതണോ, താങ്കൾ എഴുതണോ, അങ്ങ് എഴുതണോ, അങ്ങ് എഴുതണോ, അങ്ങ് എഴുതണോ. ഓക്കെ, ഇനി അടുത്തത് ഹി, അവൻ എഴുതണം, ഹി ഷുഡ് റൈറ്റ്. അവൻ എഴുതണം, ചോദ്യമല്ല, അവൻ എഴുതണം, ഹി ഷുഡ് റൈറ്റ്. അവൻ എഴുതണം, അവൻ എഴുതണം. ചോദ്യം, അവൻ എഴുതണോ, ഷുഡ് ഹി റൈറ്റ്, ഷുഡ് ഹി റൈറ്റ്. അങ്ങനെ പറയണേ, അവൻ എഴുതണോ, ഷുഡ് ഹി റൈറ്റ്. അവൻ എഴുതണോ, 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 അയാൾ എഴുതണോ, അയാൾ എഴുതണോ, അയാൾ എഴുതണോ, അദ്ദേഹം എഴുതണോ, അദ്ദേഹം എഴുതണോ, അദ്ദേഹം എഴുതണോ, അദ്ദേഹം എഴുതണോ. ഓക്കെ, ഇനി ഷീ വെച്ച് അവൾ എഴുതണം, ഷീ ഷുഡ് റൈറ്റ്. നം കിട്ടാൻ ഷുഡ് വയ്ക്കുന്നത്. അവൾ എഴുതണം, ഷീ ഷുഡ് റൈറ്റ്. അവൾ എഴുതണം, അവൾ എഴുതണം. ചോദ്യം എങ്ങനെ എഴുതിക്കും, അവൾ എഴുതണോ, ഷുഡ് ഷീ റൈറ്റ്, ഷുഡ് ഷീ റൈറ്റ്. അവൾ എഴുതണോ, 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 അവൾ എഴുതണോ. ഇനി ലാസ്റ്റ് ദേ. അപ്പൊ ദേക്ക് വരം നമുക്ക് ആര് വേണമെങ്കിലും പറയാം അല്ലെ, സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, പ്ലൂറൽ ആയിട്ടുള്ള ആര് വേണമെങ്കിലും അവിടെ വയ്ക്കാം. നമ്മൾ ദൈവ പ്രാക്ടീസ് ചെയ്യുന്ന. അവർ എഴുതണം, ദേ ഷുഡ് റൈറ്റ്. അവർ എഴുതണം, ദേ ഷുഡ് റൈറ്റ്. അവർ എഴുതണം, അവർ എഴുതണം. ചോദ്യം, അവർ എഴുതണോ, ഷുഡ് ദേ റൈറ്റ്. അങ്ങനെ പറയണേ, ഷുഡ് ദേ റൈറ്റ്. അവർ എഴുതണോ, ഷുഡ് ദേ റൈറ്റ്. അവർ എഴുതണോ, 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 അവർ എഴുതണോ. ഓക്കെ, അപ്പൊ നമ്മള് റൈറ്റ് എന്നുള്ള വെർബ് കഴിഞ്ഞു. നമുക്കിനി ഇന്ന് വേറെ ഒരു വെർബ് എടുക്കാം. നമ്മൾ 5 വെർബ് പ്രാക്ടീസ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയാണെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല, ഇത് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇരുന്ന് 2 പേര് ഇരുന്ന് ചെയ്താൽ കുറെ കൂടി നന്നായിരിക്കും. അത് അങ്ങനെ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അടുത്തത് നമുക്ക് ഡു എന്നുള്ള വെർബ് എടുക്കാം. ഡു ഇത് ബേസ് ഫോം ആണ്. ബേസ് ഫോം ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്, ചെയ്യുക അല്ലേ, അങ്ങനെയല്ലേ, ചെയ്യുക, ഡു, ചെയ്യുക. ഇത് ബേസ് ഫോം. ഓക്കെ, ഇതാണ് ബേസ് ഫോം എന്ന് പറയുന്നത്. ഡു ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ കാണുന്നത്. ഞാൻ ചെയ്യണം, ഐ ഷുഡ് ഡു, ഐ ഷുഡ് ഡു. നമുക്കൊരു വാക്കുകൂടി കൂടി ചേർത്താലോ, ഞാൻ അത് ചെയ്യണം, ഐ ഷുഡ് ഡു ദാറ്റ്,
അതെന്നുള്ളതിന് ദാറ്റ് പറയാം, അല്ലെങ്കിൽ ഇറ്റ് എന്നുള്ളത് IT ഇറ്റ് എന്നും പറയാം. അപ്പോ ഞാൻ അത് ചെയ്യണം. I should do that. I should do that. I should do that. ഞാൻ എഴുതണം, സോറി ഞാനത് ചെയ്യണം. I should do that. ഞാനത് ചെയ്യണം. I should do that. ചോദ്യം അല്ലേ, ഞാനത് ചെയ്യണോ? Should I do that? Should I do that? ഞാനത് ചെയ്യണോ? Should I do that? അപ്പൊ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുന്നതല്ലാണ്, അല്ലെ വെറുതെ പറയാം should I do, ഞാൻ ചെയ്യണോ, ഞാനത് ചെയ്യണോ. ഇംഗ്ലീഷിന്റെ സ്റ്റൈലും പിടികിട്ടാൻ വേണ്ടിയാണ് നമ്മള് ഞാൻ അത് ചെയ്യണോ, അത് എന്നുള്ളത് ഇടക്കാ പറയുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ അവസാനമാണ് പറയുന്നത്. ആ ഒരു രീതി കിട്ടാൻ വേണ്ടിയാ. ഞാനത് ചെയ്യണോ? Should I do that? Should I do that? ഞാനത് ചെയ്യണോ? 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 ഓക്കെ, ഇനി വി അല്ലേ, ഞങ്ങൾ അത് ചെയ്യണം. We should do that. We should do that. ഞങ്ങൾ അത് ചെയ്യണം. We should do that. ഞങ്ങൾ അത് ചെയ്യണം. ഞങ്ങൾ അത് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ, ഞങ്ങൾ അത് ചെയ്യണോ? Should we do that? Should we do that? അത്രേ ഉള്ളൂ. ഷുഡ് പ്രാക്ടീസ് ചെയ്യണം, നല്ലത് കിട്ടുള്ളേ. ഞങ്ങളത് ചെയ്യണോ? Should we do that? ഞങ്ങളത് ചെയ്യണോ? ഞങ്ങളത് ചെയ്യണോ? ഞങ്ങളത് ചെയ്യണോ? ഞങ്ങളത് ചെയ്യണോ? നമ്മളത് 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 ചെയ്യണോ? ഞാൻ അടുത്തത് യു വെച്ച് ക്ഷണിച്ച പ്രാക്ടീസ് ചെയ്യാൻ. ക്ഷണിക്കുമ്പോൾ പോസ് ചെയ്ത് ആദ്യം ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് നമ്മൾ ഈ ഭാഷ പഠിക്കാനുള്ള ഏക മാർഗം. അപ്പൊ നീ അത് ചെയ്യണം. യു ഷുഡ് ഡു ദാറ്റ്. നീ അത് ചെയ്യണം. യു ഷുഡ് ഡു ദാറ്റ്. നീ അത് ചെയ്യണം. നീ അത് ചെയ്യണം. നീ അത് ചെയ്യണം. ഈ ചോദ്യം, നീ അത് ചെയ്യണോ? ഷുഡ് യു ഡു ദാറ്റ്? ഷുഡ് യു ഡു ദാറ്റ്? നീ അത് ചെയ്യണോ? ഷുഡ് യു ഡു ദാറ്റ്? നീ അത് ചെയ്യണോ? 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 നിങ്ങളത് ചെയ്യണോ? നിങ്ങളത് ചെയ്യണോ? നിങ്ങളത് ചെയ്യണോ? നിങ്ങളത് ചെയ്യണോ? താങ്കളത് ചെയ്യണോ? താങ്കളത് ചെയ്യണോ? താങ്കളത് ചെയ്യണോ? അങ്ങത് ചെയ്യണോ? അങ്ങ് അത് ചെയ്യണോ? എല്ലാം യു തന്നെയാ അല്ലേ. ഹി, അവൻ അത് ചെയ്യണം. ഹി ഷുഡ് ഡു ദാറ്റ്. ഹി ഷുഡ് ഡു ദാറ്റ്. അവൻ അത് ചെയ്യണം. അവൻ അത് ചെയ്യണം. ഈ ചോദ്യം, അവൻ അത് ചെയ്യണോ? ചോദ്യം, ഷുഡ് ഹി ഡു ദാറ്റ്? ഷുഡ് ഹി ഡു ദാറ്റ്? അവൻ അത് ചെയ്യണോ? 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 അയാൾ അത് ചെയ്യണോ? അയാൾ അത് ചെയ്യണോ? അയാൾ അത് ചെയ്യണോ? അദ്ദേഹം അത് ചെയ്യണോ? അദ്ദേഹം അത് ചെയ്യണോ? അദ്ദേഹം അത് ചെയ്യണോ? അദ്ദേഹം അത് ചെയ്യണോ? ഇനി അടുത്തത് ഷീ അല്ലേ, അവൾ അത് ചെയ്യണം. ഷീ ഷുഡ് ഡു ദാറ്റ്. ഷീ ഷുഡ് ഡു ദാറ്റ്. അവൾ അത് ചെയ്യണം. അവൾ അത് ചെയ്യണം. ചോദ്യം, അവൾ അത് ചെയ്യണോ? എങ്ങനെ പറയും? ഷുഡ് ഷീ അല്ലേ, അത് ഇച്ചിരി രസമാ പറയാൻ. ഷുഡ് ഷീ ഡു ദാറ്റ്? ഷുഡ് ഷീ ഡു ദാറ്റ്? അവൾ അത് ചെയ്യണോ? ഷുഡ് ഷീ ഡു ദാറ്റ്? അവൾ അത് ചെയ്യണോ? 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 ഇനിയുള്ളത് അവർ. അവർ അത് ചെയ്യണം. ദേ ഷുഡ് ഡു ദാറ്റ്. ദേ ഷുഡ് ഡു ദാറ്റ്. അവർ അത് ചെയ്യണം. അവർ അത് ചെയ്യണം. ഇനി ചോദ്യം, അവരത് ചെയ്യണോ? ഷുഡ് ദേ ഡു ദാറ്റ്? ഷുഡ് ദേ ഡു ദാറ്റ്? അവരത് ചെയ്യണോ? അവരത് ചെയ്യണോ? അവർ അത് 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 ചെയ്യണോ? അവരത് ചെയ്യണോ? അവരത് ചെയ്യണോ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വെർബ് കഴിഞ്ഞു.
ഇനി നമുക്ക് മൂന്നാമത്തെ എടുക്കാം. ഓക്കെ, മൂന്നാമത്തെ നമുക്ക് റൺ എന്നുള്ള വെർബ് എടുക്കാം. റൺ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ബേസ് ഫോം ആണിത് അല്ലെ. റൺ എന്ന് വെച്ചാല് ഓടുക. ഇതാണ് ബേസ് ഫോമിന്റെ അർത്ഥം, ഓടുക. അപ്പൊ ഷുഡ് റൺ എന്ന് വെച്ചാൽ ഓടണം. നം കിട്ടാൻ ഷുഡ് വെച്ചാൽ ഐ ഷുഡ് റൺ. നമുക്ക് അതിൻ്റെ കൂടെ വിത്ത് ഞാൻ അവന്റെ കൂടെ ഓടണോ, ഷുഡ് ഐ റൺ വിത്ത്, അങ്ങനെ ഒന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അവസാനം അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഓടണം, ഐ ഷുഡ് റൺ. ഞാൻ ഓടണം, ഐ ഷുഡ് റൺ. ഞാൻ ഓടണം. ചോദ്യം, ഞാൻ ഓടണോ, ഷുഡ് ഐ റൺ. ഞാൻ ഓടണോ. ഞങ്ങൾ ഓടണം. എങ്ങനെ പറയും? വി ഷുഡ് റൺ. ഞങ്ങൾ ഓടണം. വി ഷുഡ് റൺ. ഞങ്ങൾ ഓടണം. നമ്മൾ ഓടണം. ചോദ്യം, ഞങ്ങൾ ഓടണോ, ഷുഡ് വി റൺ. ഞങ്ങൾ ഓടണോ. ഞങ്ങൾ ഓടണോ. നമ്മൾ ഓടണോ. ഓക്കെ, ഇനി അടുത്തത് നീ ഓടണം. യു ഷുഡ് റൺ. നീ ഓടണം, പ്രശ്നം വരിക. യു ഷുഡ് റൺ. നീ ഓടണം. യു ഷുഡ് റൺ. നീ ഓടണം. നിങ്ങൾ ഓടണം. താങ്കൾ ഓടണം. ചോദ്യം, നീ ഓടണോ, ഷുഡ് യു റൺ. അതാണ് ചോദ്യം. നീ ഓടണോ, ഷുഡ് യു റൺ. നീ ഓടണോ. നിങ്ങൾ ഓടണോ. താങ്കൾ ഓടണോ. അങ്ങ് ഓടണോ. ഓക്കെ, അങ്ങെന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടോന്ന് എനിക്കറിഞ്ഞുകൊണ്ട് വളരെ റെസ്പെക്റ്റോടെ ആദരവോടെയൊക്കെ സംസാരിക്കുന്നതാണ് അങ്ങെന്ന് പറയുന്നത്. എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേരളത്തില്. അടുത്തത് അവൻ ഓടണം. എങ്ങനെ പറയും? ഹി ഷുഡ് റൺ. അവൻ ഓടണം. ചോദ്യം, അവൻ ഓടണോ, ഷുഡ് ഹി റൺ. അവൻ ഓടണോ. അയാൾ ഓടണോ. അദ്ദേഹം ഓടണോ. ഓക്കെ, അവൾ ഓടണം. എങ്ങനെ പറയും? ഷീ ഷുഡ് റൺ. അവൾ ഓടണം. ചോദ്യം, അവൾ ഓടണോ, ഷുഡ് ഷീ റൺ. അവൾ ഓടണോ. ഇതേ നമുക്ക് അതിലൂടെ എന്തെങ്കിലും വെച്ച് പ്രാക്ടീസ് ചെയ്യാം. അവരുടെ കൂടെ, അവന്റെ കൂടെ ഓടണോ. അവന്റെ കൂടെ തന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് വിത്ത് ഹിം. അപ്പോ അവന്റെ കൂടെ ഓടണം അല്ലെ. നമ്മള് ക്രമമല്ല, ഓർഡർ അല്ല ഇംഗ്ലീഷില്. അവന്റെ കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് ശേഷം അവന്റെ കൂടെ എന്ന് ഉടനെ പറയും. പക്ഷെ ഇംഗ്ലീഷിൽ അവസാനമാണ് പറയുന്നത് അല്ലെ. ദേ ഷുഡ് റൺ വിത്ത് ഹിം. അവർ അവന്റെ കൂടെ ഓടണം. ദേ ഷുഡ് റൺ വിത്ത് ഹിം. അവർ അവന്റെ കൂടെ ഓടണം. ഇനി ചോദ്യം, അവർ അവന്റെ കൂടെ ഓടണോ. അത് നമ്മൾ എങ്ങനെ പറയാം? ഷുഡ് ദേ റൺ വിത്ത് ഹിം. അവർ അവന്റെ കൂടെ ഓടണോ. പറയാൻ ബുദ്ധിമുട്ടുണ്ടാ?
അവർ അവന്റെ കൂടെ ഓടണോ? ഷുഡ് ദേ റൺ വിത്ത് ഹിം? ഷുഡ് ദേ റൺ വിത്ത് ഹിം? അവർ അവന്റെ കൂടെ ഓടണോ? 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 ഓക്കെ, അപ്പൊ റൺ കഴിഞ്ഞു. നമുക്കിനി അടുത്ത വാക്ക് നല്ല എടുത്തത് തന്നെ എടുക്കാം. എന്താണ്? ബേസ് ഫോം അല്ലേ? ബേസ് ഫോം ഓർക്കുന്നുണ്ടല്ലോ. ഗോ. ഡിക്ഷണറിയിൽ നോക്കുമ്പോ അതിന്റെ അർത്ഥം എന്തായിട്ട് കാണും? പോകുക. പോവുക എന്നും പറയുക. അങ്ങനെയാണ് ഓരോ, ഇനി പോവാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പോവുക ഇതായിരിക്കും അല്ലേ? പോവുക. ഓക്കെ. ഐ ഷുഡ് ഗോ, ഞാൻ പോകണം. ഐ ഷുഡ് ഗോ, ഞാൻ പോകണം. അപ്പോ ഞാൻ പോകണം, ഐ ഷുഡ് ഗോ. ഞാൻ പോകണം, ഞാൻ പോകണം, ഞാൻ പോകണം. അല്ലെ ഞാൻ പോകണോ? നമുക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ ഞാൻ പോകണോ? ഷുഡ് ഐ ഗോ വിത്ത് ദം? ഷുഡ് ഐ ഗോ വിത്ത് ദം? ഷുഡ് ഐ ഗോ വിത്ത് ദം? അപ്പൊ നമുക്കത് ഒരുമിച്ച് പറയാം. ഷുഡ് ഐ ഗോ വിത്ത്. അപ്പൊ മൂന്നെണ്ണം ഒരുമിച്ചാണ്. നേരത്തെ നമ്മൾ ഷുഡ് ഐ ഡു അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ വേറെ വാക്കുകൾ വരുമ്പോൾ ഷുഡ് ഐ ഗോ വിത്ത് ദം. ഓക്കെ, ഞാൻ അവരുടെ കൂടെ പോകണോ? ഷുഡ് ഐ ഗോ വിത്ത് ദം. ബുദ്ധിമുട്ടുണ്ടാ പറയാൻ? വിത്ത് ദം എന്ന് വെച്ചാൽ അവരുടെ കൂടെ. കഴിഞ്ഞ ദിവസം എഴുതിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഞാൻ അവരുടെ കൂടെ പോകണോ? ഷുഡ് ഐ ഗോ വിത്ത്. അങ്ങനെ ഒരുമിച്ച് പറയേ. ഷുഡ് ഐ ഗോ വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോകണോ? 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 ഇനി നമ്മൾ പോകണം. അങ്ങനെ പറയും. യുനോ വി ഷുഡ് ഗോ. നമ്മൾ പോകണം. നമ്മൾ പോകണോ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആയി. അപ്പൊ നമ്മൾ പോകണം, വി ഷുഡ് ഗോ. നമ്മൾ പോകണം, നമ്മൾ പോകണം, ഞങ്ങൾ പോകണം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ. ഞങ്ങൾ പോകണോ? ഷുഡ് വി ഗോ? ഷുഡ് വി ഗോ? ഞങ്ങൾ പോകണോ? ഞങ്ങൾ പോകണോ? ഞങ്ങൾ പോകണോ? ഞങ്ങൾ പോകണോ? ഞങ്ങൾ പോകണോ? നമ്മൾ 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 പോകണോ? ഇനി അടുത്തത് നീ പോകണം. യു ഷുഡ് ഗോ. യു ഷുഡ് ഗോ. നീ പോകണം, നീ പോകണം, നിങ്ങൾ പോകണം, താങ്കൾ പോകണം. ഓക്കെ, നീ ഇനി ഒരു ക്വസ്റ്റ്യൻ എന്താണ് മലയാളത്തിൽ? നീ പോകണോ? ഇംഗ്ലീഷില് ഷുഡ് യു ഗോ? ഷുഡ് യു ഗോ? നീ പോകണോ? ഷുഡ് യു ഗോ? നീ പോകണോ? നീ പോകണോ? നീ പോകണോ? നീ പോകണോ? നീ പോകണോ? നിങ്ങൾ 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 പോകണോ? ഇനി അടുത്തത് ഹി അല്ലേ? ഹിക്ക് പല അർത്ഥം മലയാളത്തിലുണ്ട്. മൂന്നെണ്ണം എഴുതിയിട്ടുള്ള ഇനിയുണ്ടെന്ന് നമുക്കറിയാം. അവൻ പോകണം. ഹി ഷുഡ് ഗോ. അവൻ പോകണം. ഹി ഷുഡ് ഗോ. അവൻ പോകണം. അവൻ പോകണം. ഇനി ചോദ്യം. അവൻ പോകണോ? ഇംഗ്ലീഷില് ഷുഡ് മുമ്പിൽ കൊണ്ടുവന്നിട്ടാ മതി. ഷുഡ് ഹി ഗോ? ഷുഡ് ഹി ഗോ? അവൻ പോകണോ? 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 അയാൾ പോകണോ? അയാൾ പോകണോ? അദ്ദേഹം പോകണോ? അദ്ദേഹം പോകണോ? അദ്ദേഹം പോകണോ? ഇനി അടുത്തത് അവൾ പോകണം. അവൾ പോകണം. ഷീ ഷുഡ് ഗോ. ഷീ ഷുഡ് ഗോ. അവൾ പോകണം. അവൾ പോകണം. അവൾ പോകണം. ചോദ്യം എന്താണ് മലയാളത്തില്? അവൾ പോകണോ? ഷുഡ് ഷീ റൺ? ഷുഡ് ഷീ റൺ? അവൾ പോകണോ? 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 ഇനി ലാസ്റ്റ് വൺ. അവർ പോകണം. നമുക്കറിയാം ദേ ഷുഡ് ഗോ. ദേ ഷുഡ് ഗോ. അവർ പോകണം.
അവർ പോകണം, അവർ പോകണം, അവർ പോകണം. ചോദ്യം എന്താണ്? അവർ പോകണോ? ഷുഡ് ദേ ഗോ, ഷുഡ് ദേ ഗോ. അവർ പോകണോ, 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 അവർ പോകണോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ലാസ്റ്റ് വെർബ് എടുക്കാം. എന്താണ്? ഹെൽപ്പ് എടുക്കുക അല്ലെ? ഹെൽപ്പ്, ഹെൽപ്പ് ബേസ് ഫോം ആണിത്. ഇതിന്റെ അർത്ഥം എന്താണ്? സഹായിക്കുക. ഇതാണ് ബേസ് ഫോം. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്. ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ട ഫോം എന്ന് വെച്ചാൽ രൂപം, FORM. ഫോം എന്ന് വെച്ചാൽ രൂപം. വളരെ പ്രധാനപ്പെട്ട വെർബിന്റെ രൂപമാണ് ബേസ് ഫോം. ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ദിസ് ദ ലാസ്റ്റ് വൺ. ഞാൻ സഹായിക്കണം, ഞാൻ സഹായിക്കണം. ഐ ഷുഡ് ഹെൽപ്പ് അല്ലെ? ഞാൻ സഹായിക്കണം, ഞാൻ സഹായിക്കണം, ഞാൻ സഹായിക്കണം. ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ്? ഞാൻ അവരെ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ് ദം? ഷുഡ് ഐ ഹെൽപ്പ് ദം? അങ്ങനെയൊക്കെ പറയാം. ഞാൻ നിന്നെ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ് യു? ഷുഡ് ഐ ഹെൽപ്പ് യു? ഞാൻ അവനെ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ് ഹിം? ഷുഡ് ഐ ഹെൽപ്പ് ഹിം? ഞാൻ അവളെ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ്? നമ്മൾ കൂട്ടിച്ചേർത്ത്, നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ അങ്ങനെ ഒത്തിരി ചെയ്യാൻ പറ്റും. ഞാൻ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ്? ഞാൻ സഹായിക്കണോ? ഷുഡ് ഐ ഹെൽപ്പ്? ഞാൻ സഹായിക്കണോ? 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 ഓക്കെ, ഞങ്ങൾ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ്. ഞങ്ങൾ സഹായിക്കണം. വി ഷുഡ് ഹെൽപ്പ്. ഞങ്ങൾ സഹായിക്കണം. നമ്മൾ സഹായിക്കണം. നമ്മൾ സഹായിക്കണം. ഈ ക്വസ്റ്റ്യൻ, ഞങ്ങൾ സഹായിക്കണോ? ഞങ്ങൾ നിങ്ങളെ സഹായിക്കണോ? ഷുഡ് വി ഹെൽപ്പ് യു അല്ലേ? ഞങ്ങൾ സഹായിക്കണോ? ഷുഡ് വി ഹെൽപ്പ്? ഷുഡ് വി ഹെൽപ്പ്? ഞങ്ങൾ സഹായിക്കണോ? ഞങ്ങൾ സഹായിക്കണോ? ഞങ്ങൾ സഹായിക്കണോ? ഞങ്ങൾ സഹായിക്കണോ? നമ്മൾ 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 സഹായിക്കണോ? ഓക്കെ, നീ സഹായിക്കണം നമ്മൾ കണ്ടതായിരുന്നല്ലേ? യു ഷുഡ് ഹെൽപ്പ് അല്ലേ? നീ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ്. നീ സഹായിക്കണം. നീ സഹായിക്കണം. ചോദ്യം, നീ സഹായിക്കണോ? നീ അവരെ സഹായിക്കണോ? ഷുഡ് യു ഹെൽപ്പ് ദം? അങ്ങനെ ചോദിക്കാം. നീ സഹായിക്കണോ? ഷുഡ് യു ഹെൽപ്പ്? നീ സഹായിക്കണോ? ഷുഡ് യു ഹെൽപ്പ്? ചോദ്യമല്ലേ? നീ സഹായിക്കണോ? നീ സഹായിക്കണോ? നീ സഹായിക്കണോ? നീ സഹായിക്കണോ? നിങ്ങൾ സഹായിക്കണോ? നിങ്ങൾ സഹായിക്കണോ? നിങ്ങൾ സഹായിക്കണോ? നിങ്ങൾ സഹായിക്കണോ? നിങ്ങൾ സഹായിക്കണോ? താങ്കൾ സഹായിക്കണോ? താങ്കൾ സഹായിക്കണോ? താങ്കൾ സഹായിക്കണോ? ഓക്കെ, അടുത്തത് അവൻ സഹായിക്കണം. അവൻ ഞങ്ങളെ സഹായിക്കണം. ഹി ഷുഡ് ഹെൽപ്പ് അസ് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് വാചകം വലുതാക്കി കൊണ്ടുപോകാൻ പറ്റും. പ്രധാനപ്പെട്ടത് ഈ വെർബാണ്. ഈ സാധനം ഷുഡ് ഹെൽപ്പ്, ഷുഡ്, അതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ അതിന്റെ കൂടെ നമ്മളിങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്. നീ അവരെ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് ദം. നീ നിന്റെ കൂട്ടുകാരോടുകൂടി അവരെ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് ദം വിത്ത് യുവർ ഫ്രണ്ട്സ്. നീ ഇന്ന് നിന്റെ കൂട്ടുകാരോടുകൂടെ അവരെ സഹായിക്കണം. യു ഷുഡ് ഹെൽപ്പ് ദം വിത്ത് യുവർ ഫ്രണ്ട്സ് ടുഡേ. നീ ഇന്ന് ലഞ്ചിന് ശേഷം നിന്റെ കൂട്ടുകാരോടുകൂടെ അവരെ നീ സഹായിക്കണം. അപ്പൊ വാചകം വലുതായി, വെറുതെ കുട്ടി ചേർക്കുക. പ്രധാനപ്പെട്ടുള്ള വെർബാണ്, അവനാണ് പിടിക്കേണ്ടത്. അപ്പൊ യു ഷുഡ് ഹെൽപ്പ് ദം വിത്ത് യുവർ ഫ്രണ്ട്സ് ടുഡേ ആഫ്റ്റർ ലഞ്ച്. അപ്പൊ വലിയ വാചകമായി, പക്ഷെ വെറുതെ കൂട്ടിച്ചേർത്തിരിക്കുക. വെർബ് തെറ്റരുത്. വെർബ് എന്ന് പറയുന്നതാണ് പ്രശ്നം. നമ്മളെവിടെയാണ്? ഓക്കെ, ഹി, അവൻ സഹായിക്കണം. ഹി ഷുഡ് ഹെൽപ്പ്. അവൻ സഹായിക്കണം. അവൻ സഹായിക്കണം. ചോദ്യം, അവൻ സഹായിക്കണോ? ഷുഡ് ഹി ഹെൽപ്പ്? ഷുഡ് ഹി ഹെൽപ്പ്? അവൻ സഹായിക്കണോ?
അവൻ സഹായിക്കണോ, അവൻ സഹായിക്കണോ, അവൻ സഹായിക്കണോ, അവൻ സഹായിക്കണോ, അവൻ സഹായിക്കണോ, അയാൾ സഹായിക്കണോ, അയാൾ സഹായിക്കണോ, അയാൾ സഹായിക്കണോ, അദ്ദേഹം സഹായിക്കണോ, അദ്ദേഹം സഹായിക്കണോ, അദ്ദേഹം സഹായിക്കണോ. ഓക്കെ, ഇനി അടുത്തത് അവൾ സഹായിക്കണം. ഷീ ഷുഡ് ഹെൽപ്പ്, ഷീ ഷുഡ് ഹെൽപ്പ്. അവൾ സഹായിക്കണം, ഷീ ഷുഡ് ഹെൽപ്പ്. അവൾ സഹായിക്കണം, അവൾ സഹായിക്കണം, അവൾ സഹായിക്കണം. ചോദ്യം എങ്ങനെയാണ്? അവൾ സഹായിക്കണോ, നമുക്കറിയാം ഷുഡ് മുമ്പിൽ കൊണ്ടുവന്നിട്ടാ മതി. ഷുഡ് ഷീ ഹെൽപ്പ്, ഷുഡ് ഷീ ഹെൽപ്പ്. അവൾ സഹായിക്കണോ, 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 അവൾ സഹായിക്കണോ. ഇനി ലാസ്റ്റ് വൺ, അവർ സഹായിക്കണം. ദേ ഷുഡ് ഹെൽപ്പ്, ദേ ഷുഡ് ഹെൽപ്പ്. അവർ സഹായിക്കണം, ദേ ഷുഡ് ഹെൽപ്പ്. അവർ സഹായിക്കണം, അവർ സഹായിക്കണം, അവർ സഹായിക്കണം. ചോദ്യം എങ്ങനെയാണ്? അവർ സഹായിക്കണോ, എങ്ങനെ ചോദ്യം പഠിച്ചില്ലേ? ഷുഡ് ദേ ഹെൽപ്പ്. അവർ സഹായിക്കണോ, അവർ സഹായിക്കണോ. ചോദ്യം, അവർ സഹായിക്കണോ, 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 അവർ സഹായിക്കണോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതാണ് കണ്ടത്, ചോദ്യം എങ്ങനെ ഉണ്ടാക്കുന്നത്. എങ്ങനെ ഇംഗ്ലീഷുകാർ ചോദ്യം ഉണ്ടാക്കുന്നത്? വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാല് ചോദ്യമാകും. അങ്ങനെയാണ് അവര് ചോദ്യം ഉണ്ടാക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് വേറെ രീതിയാണ്. അപ്പൊ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഈ പ്രാക്ടീസ് സെഷൻ എടുക്കുക. ആ ഭാഗം എടുത്തിട്ട് കണ്ണുകൾ അടയ്ക്കുക. എന്നിട്ട് ഞാനിതൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വിട്ടു വെക്കുക. ആ പ്രാക്ടീസ് നിങ്ങൾ ഉറക്കെ പറയണം. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. കേട്ട് കേട്ട് പഠിക്കും. വളരെ എളുപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ. അപ്പൊ നമ്മൾ രണ്ട് വാചകങ്ങൾ പറയാൻ പഠിച്ചു. ഞാൻ എഴുതണം, ഐ ഷുഡ് റൈറ്റ്. ഞാൻ എഴുതണോ, ഷുഡ് ഐ റൈറ്റ്. ഇനി ഇതിന്റെ നെഗറ്റീവ് ഉണ്ട്, പിന്നെ നെഗറ്റീവ് ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ 4 ടൈപ്പ് വരും. നമുക്ക് ഇതിപ്പോ വളരെ സ്ലോയിലാണ്, പിന്നീട് നമുക്ക് സ്പീഡ് കൂട്ടാം. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ പഠിക്കുക. എക്സസൈസ് ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൂടെ കിട്ടണമെങ്കിൽ കുറെ പേർ ഏത് വെർബ് എടുത്താലും ഈ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് അർത്ഥമുള്ള വാക്കുകളെ അയക്കണം എന്ന് മാത്രം. വാചകം പറയുമ്പോൾ ചിലപ്പോൾ മീനിങ്ലെസ് ആയിട്ട് തോന്നരുത്. അപ്പൊ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.